അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ട്രെയിലർ വന്നിട്ടുണ്ട്. ഏകദേശം 2-3 മണിക്കൂറായിട്ടുണ്ട്. ഞാനിത് റിയാക്ഷൻ ആയിട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് എന്തായാലും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ഓൾറെഡി എനിക്കിപ്പോൾ കുറേ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ചാനൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തത്. ഏതായാലും ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളതെന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 7 വർഷത്തിന് ശേഷമാണ് ഒരു അവഞ്ചേഴ്സ് മൂവി ചെയ്തത്. നമുക്കറിയാം ലാസ്റ്റ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ഒരു ഹാഡ് കോർ, അതായത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഹാഡ് കോർ MCU ഫാനാണ്. ഞാൻ കംപ്ലീറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ MCU പടങ്ങളും എല്ലാം കണ്ട് അതേപോലെ ഡൈ ഹാഡ് ഫാനായിരുന്നു ഒരു ടൈം വരെ. അതായത് ഞാൻ പറയാം, നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമോടെ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മുടെ MCU എന്ന് പറഞ്ഞ സാധനം ഒരു വേറൊരു ട്രാക്കിലേക്ക് പോയി. കാരണം എൻഡ് ഗെയിം വരെ അവഞ്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ MCU മൂവീസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇൻഫിനിറ്റി വാറൊക്കെ ഞാൻ കണ്ണും തള്ളി തിയേറ്ററിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് 1 ഇയർ കഴിയുമ്പോഴത്തേക്കാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ എക്സ്പെക്ടേഷനും കാര്യങ്ങളുമായിട്ടാണ് എൻഡ് ഗെയിമിൽ കാണാൻ പോകുന്നത്. കാരണം അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എൻഡ് ചെയ്ത രീതിയൊക്കെ അറിയാം. സോ ആസ് എ ഹാർഡ് കോർ ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ടോണി സ്റ്റാർക്ക് ഫാൻ, ഞാൻ വൻ പ്രതീക്ഷയോടെ എൻഡ് ഗെയിം കാണാൻ പോയി. പ്രതീക്ഷകൾക്ക് മുകളിൽ വന്നൊരു ചിത്രമാണ് എൻഡ് ഗെയിം. കാരണം അത്രയും നാളത്തെ ഒരു എപ്പിക് കൺക്ലൂഷൻ, കിടിലൻ വില്ലൻ, ഒരു ക്യാരക്ടർ ആർക്ക്, എല്ലാം കൊണ്ടും ഗംഭീര സാധനമായിരുന്നു എൻഡ് ഗെയിം. പക്ഷേ ആ എൻഡ് ഗെയിമോടെ നമുക്കറിയാം, എൻഡ് ഗെയിമോടെ പലരും നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് പോയി, ടോണി സ്റ്റാർക്ക് പോയി, പിന്നെ മൊത്തത്തിൽ നമ്മുടെ ബ്ലാക്ക് വിഡോ പോയി, ക്ലിൻ ബാർട്ടൺ പോയി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നീടുള്ളൊരു MCU ഫേസ് അതിനുശേഷമാണ് ഇവിടെ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി ഷോക്ക് വരുന്നത്. കാരണം മൾട്ടിവേഴ്സ് വന്ന് കാങ്ങിനെ കൊണ്ടുവന്ന് വെറുതെ വോക്കൾച്ചർ അനാവശ്യമായിട്ട് കുറേ പരിപാടി എല്ലാം കംപ്ലീറ്റ് ഡിസപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ MCU എനിക്ക് തോന്നുന്നൊരു മിക്ക MCU ഫാൻസും എൻഡ് ഗെയിമിന് ശേഷം ഈ പരിപാടി നിർത്തി, ഈ സിനിമകൾ കാണുന്നത് നിർത്തി. എനിക്ക് തോന്നുന്നു അതിനുശേഷം കയ്യിലെണ്ണാന്ന് അത്രയും നല്ല പടങ്ങൾ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്ന് ഷാങ്ജി, അതിനുശേഷം വന്നത് നല്ല പടം, പിന്നെ ഫാർ ഫ്രം ഹോം, നോ വേ ഹോം, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഈ 4 പടമുള്ളൊരു പീക്ക് MCU മൂവിയായിട്ട് വന്നിട്ടുള്ള സീരീസ് പറയുകയാണെങ്കിൽ ഉണ്ട് ലോക്കി ഫസ്റ്റും സെക്കൻഡും ഗംഭീരം, മൂൺ നൈറ്റ്. പക്ഷേ മൂൺ നൈറ്റ് അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്ന നിർത്തില്ല. ഇനി മൂൺ നൈറ്റിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ഒന്നും നിർത്തില്ല. മൂൺ നൈറ്റിനെ കുറിച്ച് ഒന്നും കേൾക്കാനില്ല. പക്ഷേ ഈ 4 സിനിമ, ഈ 2 സീരീസ് അല്ലാതെ ബാക്കിയെല്ലാം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. കുറേ ഷീഹൾക്ക്, മിസ് മാർവൽ, തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ കുറേ സാധനം കൊണ്ട് നശിപ്പിച്ചു. അതൊക്കെ എന്തായാലും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇത്രയും പിന്നെ നമ്മുടെ ഇതും കൂടെ കൊള്ളായിരുന്നു, നമ്മുടെ ഡെയർ ഡെവിളും കൂടെ കൊള്ളായിരുന്നു. ഡെയർ ഡെവിൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കുഴപ്പമില്ല. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലെ ഡെയർ ഡെവിൾ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ലെവല് അത്രത്തോളം ഇല്ലേ പോലും കുഴപ്പമില്ല. ഡെയർ ഡെവിൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അത്യാവശ്യം നല്ലൊരു സീരീസ് ആയിരുന്നു. സോ ഈ ഒരു കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു നമ്മുടെ MCU. ഒരു വർഷങ്ങളായിട്ട് ഇത്രയും പ്രതാപത്തിൽ നിന്നൊരു ഹെവി ലെവലിൽ നിന്നൊരു MCU എന്ന് പറഞ്ഞ സംഭവം വൻ ഷോവായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകുന്നതാണ്. കാരണം ഇവർക്ക് തന്നെ അറിയത്തില്ല ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം ഈ എൻഡ് ഗെയിമിന് ശേഷമുള്ള നെക്സ്റ്റ് അവഞ്ചർ കാങ് ഡൈനാസ്റ്റി ആയിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. അന്നേ എനിക്കൊരു ഹോപ്പില്ലായിരുന്നു. കാരണം നമ്മളെ ക്വാണ്ടമാനി എന്ന് പറഞ്ഞൊരു ആൻഡ്മാൻ സിനിമയുണ്ട്, അതിൻ്റെ ഡയറക്ടറായിരുന്നു കാങ് ഡൈനാസ്റ്റി ഡയറക്റ്റ് ചെയ്യാനിരുന്നത്. ആ പടം കണ്ടോടെ എനിക്ക് അവഞ്ചേഴ്സിനോടുള്ള വരാൻ പോകുന്ന ഫ്യൂച്ചർ ഫിലിംസിനോടുള്ള കംപ്ലീറ്റ് ഹോപ്പും പോയി. കാരണം ഇത്രയും ദുരന്തമായിട്ടാണ് അയാൾ ആ സിനിമ എടുത്ത് വെച്ചത്. അതുപോലെ തന്നെ കാങ് എന്ന വില്ലനെ അതിനകത്തൊക്കെ യൂസ് ചെയ്ത രീതി കണ്ടപ്പോൾ ഞാൻ ഓർപ്പിച്ചു ഇനി ഒരു തിരിച്ചുവരവ് MCU ഇല്ല, MCU എൻഡ് ഗെയിം കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. ഇതിന് ശേഷമാണ് നമ്മുടെ കെവിൻ ഫീഗൊക്കെ ഇടപെട്ട് അവസാനം വീണ്ടും നമ്മുടെ റൂസോ ബ്രദേഴ്സിനെ അവഞ്ചേഴ്സ് ഡയറക്റ്റ് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ കാങ് എന്ന് പറഞ്ഞ ക്യാരക്ടറെ മാറ്റി ഡൂം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയതും. അതിനകത്ത് ഏറ്റവും സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റീവ് റോജേഴ്സിനെ ഇവർ തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ നമ്മുടെ ടോണി സ്റ്റാർക്ക് അല്ലെങ്കിൽ നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയറിനെ ടോണി സ്റ്റാർക്കായിട്ടല്ല ഡോക്ടർ ഡൂമായിട്ട് ഇവർ തിരിച്ചു കൊണ്ടുവരണം. ഇതൊക്കെ കേട്ടപ്പോൾ എന്നിലെ പഴയ മാർവൽ ഫാൻ വീണ്ടും പുനർജനിച്ചു, റീഇൻകാർനേറ്റ് ചെയ്തു. പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കണ്ടപ്പോൾ എനിക്ക് കുറേ സന്തോഷമായി തുടങ്ങി. പഴയ ആ ഒരു സംഭവത്തിലേക്കൊക്കെ അവർ വരുന്നു, ഫാൻസിനൊരു ട്രീറ്റ് ആയിട്ട് വരുന്നു എന്ന് തോന്നി. പിന്നെ ഈ ഒരു പടത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം റൂസോ ബ്രദേഴ്സ് ആയത് ഡയറക്റ്റിന്. റൂസോ ബ്രദേഴ്സിനെ അറിയാം എന്ത് വേണമെന്ന്. റൂസോ ബ്രദേഴ്സിന് പ്രീവിയസ് വർക്ക് എനിക്കറിയാം. വിൻ്റർ സോൾജിയർ, നമ്മുടെ സിവിൽ വാർ, ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം, ഈ 4 പടമാണ് നമ്മുടെ MCU ഇവർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. 4 ഹെവി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് സോളോ സൂപ്പർ ഹീറോ മൂവിയാണ് വിൻ്റർ സോൾജിയർ. കീട്ടിലാണ് എക്സിക്യൂട്ട് ചെയ്ത പടമാണ്. കാരണം ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ ഇറങ്ങിയപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഇത്ര ഫാൻസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നോർമൽ സിനിമയുള്ളായിരുന്നു, നോർമൽ സൂപ്പർ ഹീറോ ഒറിജിനൽ എന്ന രീതി മാത്രമുള്ളായിരുന്നു സിനിമ. പക്ഷേ വിൻ്റർ സോൾജിയറിലേക്ക് വന്നപ്പോഴാണ്
മാറിയത് ആ ലെവല്. കാരണം ബക്കിയൊക്കെ അതിനകത്ത് വേറെ വേറെ ലീഗ് സംഭവമാണ്. എനിക്ക് വിന്റർ സോൾജർ സിവിൽ വാറിനെ കണ്ട ബക്കി പിന്നെ ബക്കി ആ ഒരു വിന്റർ സോൾജറിൽ നിന്ന് മാറി മറ്റേ ഹൈഡ്രയുടെ ഇതൊക്കെ മാറി നോർമൽ ഇതായതുകൊണ്ടാണ് ആ ഒരു സംഭവം ഇല്ലാത്തത്. എന്നാൽ പോലെ ഈ 2 സിനിമകൾ വേറെ ലെവലായിരുന്നു. സിവിൽ വാറൊക്കെ അന്ന് വണ്ടർ അടിച്ചെന്ന് കണ്ടാണ് അതിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ. ക്യാപ്റ്റൻ അമേരിക്ക വിസ് ടോണി അല്ലെങ്കിൽ അയൺമാനൊക്കെ വന്ന സമയത്ത് വണ്ടർ അടിച്ചു പോയി. സോ ഏതായാലും ഇത്രയും എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഇന്ന് നമ്മുടെ ഡൂംസ്ഡേ ട്രെയിലർ വന്നത്. പക്ഷേ ഈ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് അത്ര ട്രെയിലർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഒന്നുമില്ല. ട്രെയിലർ ജസ്റ്റ് ഒരു ഗ്ലിംസ് എന്ന രീതി. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്കകത്ത് ഒരു ലോഡ് ക്യാരക്ടർ ഉണ്ട്. നമുക്കറിയാം എൻ ഗെയിമിനകത്ത് അത്യാവശ്യം എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിനേക്കാളൊക്കെ ഇരട്ടി ക്യാരക്ടേഴ്സ് എക്സ്മെൻ ഫുൾ ടീം വരുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ വക്കാണ്ടിയൻസ് ഉണ്ട് നമ്മുടെ എൻ ഗെയിംസിലൊക്കെ. എന്നാൽ പോലും ഇവരെല്ലാം വരുന്നുണ്ട്. പിന്നെ ഗാംബിറ്റ്, അവർ ഷാങ്ജി, ഇവർ എല്ലാവരും വരുന്നുണ്ട് ഇതിനകത്തേക്ക്. ഈ ട്രെയിലറിനകത്ത് എക്സ്പെക്ടേഷൻ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത ട്രെയിലർ കാണുന്നത്. പക്ഷേ എന്നാൽ പറഞ്ഞാൽ ഞാൻ ഡിസാറ്റിസ്ഫൈഡ് അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കാണാൻ ആഗ്രഹിച്ച് ഇവരുടെയൊക്കെ റിട്ടേൺസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. കാരണം ഇതിനകത്ത് കൂടുതൽ ഇവരൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ഇതിനകത്ത് മെയിൻ ഫാക്ടർ ഓഫ്കോഴ്സ് ക്യാപ്റ്റൻ അമേരിക്കയാണ്. അവസാനത്തെ ആ ഒരു സീൻ ഞാൻ ഭയങ്കര ക്യാപ്റ്റൻ അമേരിക്ക ഫാനാണ്. സോ പുള്ളിനെ ലാസ്റ്റ് സീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കാരണം പുള്ളി ഇല്ലാത്തൊരു അവഞ്ചേഴ്സ് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. എന്തായാലും എനിക്ക് തോന്നുന്നു ടോണി സ്റ്റാർക്കിനെ മറ്റൊരു വേരിയൻ്റ് ആയിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് റോബർട്ട് ഡോണിയുടെ തന്നെ. അപ്പം ട്രെയിലറിനകത്ത് വേറെ എടുത്ത് പറയാം എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നു. ഇപ്പം എക്സ്മെൻ നമ്മുടെ ചാൾസ് സേവിയറിനെ, നമ്മുടെ മാഗ്നിറ്റോനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു, നമ്മുടെ സൈക്ലോപ്സിനെ കാണിച്ചിട്ടുണ്ട്, ഫാന്റാസ്റ്റിക് ഫോർ ടീംസിനെയൊക്കെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്, തോർ, അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ തണ്ടർ ബോൾസ് ടീം, അതേപോലെ നമ്മൾ ലോക്കിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ആരാ കാണിക്കുന്നത്, നമ്മുടെ ആൻമാൻ്റെ ഒരു ചെറിയൊരു സാധനം കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് മെയിൻലി കാണിച്ചത്. പിന്നെ ഡൂമിൻ്റെ ഒരു ഇതും ഇതിനകത്ത് ആക്ച്വലി ഇപ്പം കറൻറ്റ്ലി ഇപ്പോൾ സ്റ്റീവ് റോജൻ ടോണി സ്റ്റാർക്ക് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ തോറാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നമ്മുടെ അവഞ്ചേഴ്സ് ടീമിൽ ലീഡ് ചെയ്യിപ്പിക്കുന്നത് തോറാണെന്ന് തോന്നുന്നു. സോ തോറും ഒരു ഡൂമും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെയൊക്കെ പരിപാടിയൊക്കെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊന്നും മെയിൻ സീക്വൻസ് അല്ലെന്ന്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ബ്രാൻഡ് ന്യൂഡേ റിലീസ് ചെയ്യാൻ പോവാണ്. സോ അതിനുശേഷം കുറേ അതിനകത്ത് പീറ്റർ പാർക്കർ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. സോ ഇതിന് ശേഷമാണ് ഇവരുടെയൊക്കെ സെക്കൻഡ് ട്രെയിലർ എന്തായാലും വരും. അതിനകത്താണ് ഒരു കംപ്ലീറ്റ് ട്രെയിലർ എന്ന രീതി ഇവർ എന്തായാലും നമുക്ക് ഡെലിവർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രാൻഡ് ന്യൂഡേക്ക് അത് കുറേ സംഭവിക്കും. അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ ഡൂംസ്ഡേക്ക് നടക്കാൻ പോകുന്നത്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒത്തിരി എക്സ്പെക്ടേഷൻ തരുന്നതിനേക്കാളും നല്ലതാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ എനിക്കിതിനകത്ത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് കണ്ടത്. ഒന്ന്, ടോം ഹോളണ്ട് നമ്മുടെ ഡോക്ടർ ഡൂമിനെ കാണുമ്പോൾ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ, പുള്ളി വണ്ടടിച്ച് കിളി പോയിട്ടിരിക്കും. കാരണം നമുക്കറിയാം ഈ പീറ്റർ പാർക്കറും നമ്മുടെ ടോണി സ്റ്റാർക്കും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി. അതേപോലെ തന്നെ നമ്മുടെ ലോക്കിയും തോറും എനിക്ക് അത് കാരണം ലോക്കിയും തോറും ലാസ്റ്റായിട്ട് കാണുന്നത് എനിക്കൊന്ന് ഇൻഫിനിറ്റി വാറിനകത്ത് ലോക്കി മരിക്കണമെന്ന്. അത് ഈ ലോക്കി തോറിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. എന്നാൽ പോലെ ഇവർ 2 റീയൂണിയൻ, ഈ 2 റീയൂണിയൻ്റെ ഒരു അവസ്ഥ, പിന്നെ അതേപോലെ സ്റ്റീവ് റോജേഴ്സ് ടോണി സ്റ്റാർക്കിനെ കാണുമ്പോൾ അവസ്ഥ, നമ്മൾ ഡോക്ടർ ഡൂമിനെ കാണുമ്പോൾ അവസ്ഥ, ഇതൊക്കെയാണ് എനിക്ക് മെയിൻലി കാണേണ്ടിയിരിക്കേണ്ടത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഡൂംസ്ഡേയിൽ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് റൂമറൊക്കെ വരുന്നത് തോറ് മരിക്കുമെന്നൊക്കെ പറയുന്നു. ഇതൊന്നും ഉള്ളതാണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല തോർ ഇൻ കേസ് മരിക്കുന്നുണ്ടെങ്കിൽ പോലും ഡൂംസി മരിക്കാൻ ചാൻസ് ഇല്ല. സീക്രട്ട് വാർഡ്സിനകത്തേക്കായിരിക്കും ചാൻസ് ഉള്ളൂ ആരിലൊക്കെ മരിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വേറെ മെയിൻ കാരണം നമുക്കറിയാം ലാസ്റ്റ് കുറച്ച് സിനിമകളായിട്ട്, അതായത് ഇൻഫിനിറ്റി വാർ, എൻ ഗെയിം ആയിട്ട് തോറിന് ഒരു കോമഡി പീസ് എന്ന രീതിയിൽ ഇൻഫിനിറ്റി വാർ ഓക്കെയാണ്. ബട്ട് നമ്മുടെ എൻ ഗെയിമും അല്ലെങ്കിൽ ലവ് ആൻഡ് തണ്ടറൊക്കെ വന്നപ്പോൾ ഒരു കോമഡി ഒരു സാധനമായിട്ടാണ് തോറിനെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇതിനകത്തിൽ ആ ഒരു സംഭവം മാറട്ടെ എന്നായിരുന്നു. വേറെ ഒന്നുമില്ല, തോറിന് കുറേ കാര്യങ്ങളുണ്ട്. അതായത് പലർക്കും ഡാർക്ക് വേൾഡ് എന്ന് പറഞ്ഞാൽ തോറിൻ്റെ സെക്കൻഡ് പാർട്ട് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ് തോർ ഡാർക്ക് വേൾഡ്. പുള്ളി സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണെന്നല്ല, ആ ഒരു സ്റ്റഫ് ക്യാരക്ടർ വേണം പുള്ളിക്ക്, സ്റ്റിഫ് ക്യാരക്ടർ വേണം പുള്ളിക്ക്. ഇത് ലാസ്റ്റ് പടത്തെ കുറച്ച് കോമഡി, പിന്നെ പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ട്രാജഡീസ് എല്ലാം കൊണ്ട് പുള്ളി അങ്ങനെ മാറിയായിട്ടാണ് കാണിക്കുന്നത്. എങ്കിലും ഇതിനകത്ത് ഇച്ചിരി സീരിയസ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ആയിരിക്കുന്നല്ല. ഇപ്പം തൈക്ക വിട്ടിയാണെങ്കിൽ പോലും നമ്മുടെ ലാസ്റ്റ് പടത്തിലൊക്കെ ഭയങ്കര കോമഡി പീസ് എന്ന രീതിയാണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ തോറുന്ന ഒരു സീരിയസ് ഒരു സംഭവമാണ്. അതേപോലെ നമ്മുടെ ഹൾക്കിനെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എനിക്കൊന്ന് ബ്രാൻഡ് ന്യൂഡേക്കകത്ത് കുറേ സംഭവം കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഹൾക്കിനെയും നമ്മുടെ പഴയ ഒരു ഇൻട്രൊഡ്യൂസ് ഹൾക്കിലെ ഹൾക്കായിട്ടെങ്കിലും കൊണ്ടുവരൂ സാർ. കാരണം ഹൾക്കിനൊക്കെ എന്ത് ഫാൻസ് ഉള്ളതെന്ന് അറിയാം. പക്ഷേ ഈ അടുത്തായിട്ട് ഹൾക്കിനെ വേറെ ഒരു കോമഡി പീസാക്കി മാറ്റുന്നുണ്ട്. സോ ഈ 2 കാര്യങ്ങൾ ഒന്ന് പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം
അപ്പം തന്നെ ഒരു സെറ്റാവും. പിന്നെ കുറേ ആയിട്ട് ഈ ഇടയ്ക്ക് കുറേ ഫാൻ മെയ്ഡ് ട്രെയിലേഴ്സ് വന്നിട്ട് അതിൻ്റെയൊക്കെ കുറേ അതായത് എലേന ബെലോവയും മിസ്റ്റിക്കും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. അതൊക്കെ ഇമ്മാരൊരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ഇമ്മ അതായത് ഒരു ഫാൻ മെയ്ഡ് ട്രെയിലർ പോലെ ഇറക്കി. ആ സെയിം സാധനം ഇതിനകത്തുണ്ട്. അതേപോലെ നമ്മുടെ ഗാംബിറ്റും നമ്മുടെ ഷാങ്ജിയും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് അതും കുറച്ചാൾ മുമ്പ് ഇറങ്ങിയതാണ്. ഞാനത് ഇതൊക്കെ ആണ്, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് വന്നു ഇത് ലീക്കായതാണോ എന്ന്. അതല്ല ക്രിസ്റ്റി വാൻസിന്റെ ക്ലൈമാക്സ് അപ്പിയറൻസ് ഒരു പോലെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലീക്കായതാണ്. ഇപ്പം ലീക്കായതാണോ ജനറേറ്റ് ചെയ്തതാണോ എന്നൊന്നും കണ്ടാൽ മനസ്സിലാകുന്നില്ല. ബട്ട് ആഫ്റ്റർ ഓൾ ട്രെയിലർ ഒരു മിഡ് ഫീൽ മാത്രമേ തന്നിട്ടുള്ളൂ. ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഓക്കെ അങ്ങനെ ഒരു ഫീലുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഇൻഫിനിറ്റി വാറിൻ്റെയൊക്കെ ട്രെയിലർ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ട്രെയിലർ, അതായത് ദെർ വാസ് ആൻ ഐഡിയ ടു ബ്രിങ് ടുഗദർ എ ഗ്രൂപ്പ് ഓഫ് റിമാർക്കബിൾ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ടുള്ള ട്രെയിലർ. ആ ഒരു ട്രെയിലറിനൊരു കാണുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബംസ് ഉണ്ട്. ആ ഒരു സാധനം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇനി മാർവലിന് തന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇൻഫിനിറ്റി വാർ ട്രെയിലർ, ഫസ്റ്റ് ട്രെയിലർ വേറെ 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 ലെവൽ സാധനമായിരുന്നു. കാരണം ആ സാധനം കാണുമ്പോൾ ഈ ഡയലോഗ് പറഞ്ഞിട്ട് മാർവൽ ലോഗോ വരത്തില്ലേ, അതായത് മാർവൽ കോമിക്സ് എന്ന് കാണിക്കുമ്പോൾ ഒരു BGM വരും, ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മാർവലിൻ്റെ OG BGM. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താണ് ഒരു രോമാഞ്ചമുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. ആ സാധനം ഇനി ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് റൂസോ ബ്രദേഴ്സ് ആയതുകൊണ്ട് ആ ഒരു സാധനമുണ്ട്. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം റൂസോ ബ്രദേഴ്സ് എനിക്ക് ആ വിശ്വാസമാണ്. എനിക്ക് മോറോവർ ഇവർ വരുന്നതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ ഉപരി ഈ ഡയറക്ടേഴ്സിന് ഞാൻ അതേപോലെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഓരോ പരിപാടി അറിയാം. പിന്നെ ഈ ട്രെയിലർ ഈ വലിയ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ടീസ് ചെയ്ത് വിടുക എന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും അങ്ങനെ കാണിക്കാറില്ല. ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് തോന്നി തോറും നമ്മുടെ ഡോക്ടർ ഡൂമും തമ്മിലുള്ള ഫൈറ്റ് അത് ഞാൻ കൂടുതൽ ഡിഗ് ചെയ്ത് പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആലോചിച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പെക്ടേഷനും. ബട്ട് എനിവേ എനിക്ക് ട്രെയിലർ ഓക്കെ ഫീലായിരുന്നു. ട്രെയിലറിൽ നിന്ന് ഭയങ്കര ഇത് കിട്ടിയില്ലേ പോലും ഇവരെയൊക്കെ വീണ്ടും കണ്ടപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഉണ്ട് പടത്തിൽ എന്തായാലും കിടിലും കുറേ കാര്യങ്ങൾ കാണും. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. പിന്നെ വാണ്ടേനെ ഒന്നും കണ്ടിട്ടില്ല. വാണ്ടയൊക്കെ എവിടെയാണോ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കഴിഞ്ഞിട്ട് വാണ്ടേനെ ഒന്നും കണ്ടിട്ടില്ല. കൊണ്ടുപോയി. കാരണം വാണ്ടേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കിടിലൻ. വാണ്ടേനൊന്നും ശരിക്കും യൂസ് ചെയ്തിട്ടില്ല. സ്കാർലറ്റ് വിച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾക്ക് കോമിക്സ് ഒക്കെ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അതൊക്കെ വേറെ ലീഗിലുള്ള ക്യാരക്ടേഴ്സാണ്. അതേപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെ അതിനകത്ത് കാണിച്ചിട്ടില്ല. പുള്ളിയൊക്കെ വരും. ഇവരെല്ലാം കൊണ്ടുവരണമല്ലോ. അപ്പം ഇത് ജസ്റ്റ് ഒരു ഗ്ലിംസ് എന്ന രീതി മാത്രം ഉള്ളൂ. എനിക്കൊന്ന് സീക്രട്ട് വാർസിലായിരിക്കും മെയിൻ ഇവരെല്ലാം വരാൻ ചാൻസ് കൂടുതൽ. ഡൂംസ്ഡേ ഇൻഫിനിറ്റി വാർ പോലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതി എനിക്ക് തോന്നുന്നു. തോർ ലീഡ് ചെയ്ത ടീമെല്ലാം കൂടെ നമ്മുടെ ഡൂമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇട്ട് തന്നെ പൊട്ടുന്നു. വേറൊരു മാർഗ്ഗമില്ലാതെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പം സ്റ്റീവ് റോജേഴ്സിൻ്റെ ഒക്കെ വരവ്. അതുപോലെ തന്നെ ചിലപ്പം നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വേറെ വേരിയൻസിനെ കൊണ്ട് ലോക്കി വരുമായിരിക്കും. അതിനുശേഷം സീക്രട്ട് വാർസ് നടക്കാൻ പോകുന്നത്. അത് സീക്രട്ട് വാർസിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുള്ളത് വേറെ ലീഗ് സാധനമാണ്. അതൊക്കെ പോലെ ലൈവ് ആക്ഷനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഹെവി ആയിരിക്കും. അപ്പം ട്രെയിലർ കണ്ടിട്ട് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓക്കെ ഫീലാണ്. ബട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് പടത്തിന്. ഒരിക്കലും ട്രെയിലർ കൊണ്ടുകൊണ്ട് എൻ്റെ എക്സ്പെക്ടേഷൻ കുറയോ പരിപാടിയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് അതുപോലെ തന്നെ വേറൊരു ആഗ്രഹമുണ്ട്. ഇതിനകത്ത് എക്സ്മെൻ്റെ യങ്ങർ വെർഷനോടെ കൊണ്ടുവരണം. അതായത് മൈക്കിൾ ഫാസ്ബെൻഡറിൻ്റെ മാഗ്നിറ്റോയും മറ്റേ ആന്റണി എന്താണ് പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, ആന്റണി മെക്കയല്ലോ, നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ എക്സ്മെൻ ഫസ്റ്റ് ക്ലാസിനകത്തേക്കുള്ള നമ്മുടെ സ്പ്ലിറ്റിനകത്തേക്ക് ആക്ടറില്ലേ, അയാളുടെ പേര് ഞാൻ പറഞ്ഞു, ആന്റണി മെക്കായി നമ്മുടെ ഇതല്ലേ നമ്മുടെ ഫാൽക്കൻ അല്ലേ, ഈ പുള്ളിയുടെ പേര് പറഞ്ഞു നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് മൈക്കിൾ ഫാസ്ബെൻഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാഗ്നിറ്റോനെ പുള്ളിയുടെ വെർഷനോട് കണ്ടപ്പോഴാണ് എനിക്ക് മാഗ്നിറ്റോട് ഞാൻ ഭയങ്കര മാഗ്നിറ്റോ ഫാനാണ്. അത് ഓൾഡർ വെർഷനല്ല, യങ്ങർ വെർഷൻ. അതായത് മൈക്കിൾ ഫാസ്ബെൻഡർ അഭിനയിച്ച മാഗ്നിറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കിട്ടില്ല ആൻറ്റോണിസ്റ്റാണ് ഈ മാഗ്നിറ്റോ. കാരണം ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. സിനിമാറ്റിക്കലി കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈക്കിൾ ഫാസ്ബെൻഡറിനെ. പുള്ളി വന്നോടാണ് എനിക്ക് എക്സ്മെനോട്, അതായത് എനിക്ക് വോൾവറിൻ നമ്മുടെ ഹ്യൂഗ് ജാക്ക്മാനോ അപ്പുറം എനിക്ക് എക്സ്മെനിലെ ഒരു ക്യാരക്ടറിനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മൈക്കിൾ ഫാസ്ബെൻഡർ അഭിനയിച്ച മാഗ്നിറ്റോയാണ്. കാരണം പുള്ളി കിടിലൻ ആക്ടറാണ്. ഈ ചിലവരൊക്കെ ചില റോളിന് വേണ്ടി ജനിച്ചവരാണ് നമ്മൾ പറയത്തില്ല, ബോൺ ഫോർ ദിസ് റോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാണ് ഈ നമ്മുടെ ക്രിസ് ഇവാൻസ് ബെസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക. പുള്ളിയല്ല മറ്റൊരു ക്യാപ്റ്റൻ അമേരിക്ക, ക്രിസ് ഇവാൻസിനല്ല വേറെ ഒരാളെ എനിക്ക് ആലോചിക്കാൻ കൊണ്ട് വയ്യ. അതേപോലെ നമ്മുടെ റോബർട്ട് ഡോണി, നമ്മുടെ അയൺമാനും മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടുതൽ പറ്റത്തില്ല. സെയിം ലൈക്ക് നമ്മുടെ ഹെൻറി കാവിൽ, മറ്റൊരു സൂപ്പർമാൻ എനിക്ക് സൂപ്പർമാൻ എന്ന് പറയാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരാൾ ഹെൻറി കാവിൽ. പുള്ളി ആ റോളിന് വേണ്ടി ജനിച്ചൊരു മനുഷ്യനാണ്. അതേ തന്നെ നമ്മുടെ ഹ്യൂഗ് ജാക്ക്മാൻ, വോൾവറിൻ. പുള്ളി അല്ലാതെ മറ്റൊരു വോൾവറിൻ വേറെ ആരൊക്കെ വന്നാലും
നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ റയൻ റൊണാൾഡ്സ് ഡെഡ്പൂൾ, സെയിം ലൈക്ക് മൈക്കിൾ ഫാസ്ബെൻഡർ എസ് മാഗ്നീറ്റോ, ആ റോളിന് വേണ്ടി ജനിച്ച ആൾക്കാർ, ഇവരല്ലാതെ വേറെ ഒരാളെ സങ്കല്പിക്കാൻ കൂടി പറ്റരുത്. സോ ഇവരെല്ലാം കൂടെ വരുവാണെങ്കിൽ എനിക്ക് ഡെഡ്പൂളും ഡെയർ ഡെവിളൊക്കെ വരുമെന്ന് തോന്നുന്നു. കാരണം അത് ഡെയർ ഡെവിളിൻ്റെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡ് ന്യൂ ഡേക്ക് ശേഷം ഉള്ള സീക്വൻസ്, അതുകൊണ്ടായിരിക്കും അവർ അതിനെക്കുറിച്ചൊന്നും ഇപ്പം കാണിക്കാതെ. സോ ആ സീക്വൻസൊക്കെ കഴിഞ്ഞായിരിക്കും അവർ വരാൻ പോകുന്നത്. സോ ഏതായാലും ഈ വർഷത്തല്ല ഈ ഡീക്കേഡിലെ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് നമ്മുടെ ഡൂംസ്ഡേ. അതുപോലെ തന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദി ഇയർ ബ്രാൻഡ് ന്യൂ ഡേ ഈ വീക്കിൽ തന്നെ നെക്സ്റ്റ് വീക്ക് റിലീസാകാൻ പോവുകയാണ്. സോ ഈ വർഷത്തെ കിട്ടിയ 2 പടങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് രണ്ടും കണ്ടിട്ട് നമുക്ക് കാണാം എന്തായിരിക്കുന്നത്. എന്നാലും ഡൂംസ്ഡേക്ക് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള ആളാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്രീക്ക് ആൻഡ് ഫ്രെയിംസ്.